ഹായ് ഫ്രണ്ട്സ്, നെപ്പൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനവിടെ ഒരു നാടൻ വിഭവത്തിൻ്റെ റെസിപ്പിയുമായിട്ട് വന്നിട്ടുള്ളത് വെണ്ടക്ക തൈര് മുളക് താളിച്ചതാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് നല്ല ചെറിയ പീസായിട്ട് വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കണം. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ, ഒരു ടീസ്പൂണ് ചെറിയ ജീരകം, ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 ചെറിയുള്ളി, ഒരു 2 പച്ചമുളക് കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ വെണ്ടയ്ക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്കൊരു 3-4 കൊണ്ടാട്ടമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും, ഇഞ്ചിയും, പിന്നെ ഒരു 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വന്നിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സായി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് പെട്ടെന്ന് തന്നെ ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ നേരം വയ്ക്കരുത്. തൈര് ചേർത്ത ഉടനെ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക,